ശബരിമല ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. ഉഷപൂജ കഴിഞ്ഞ് വീണ്ടും ദർശനം തുടങ്ങിയിരിക്കുന്നു. കണ്ണൻസ്വാമി, നമ്മളിപ്പോൾ ഭജന കണ്ടു. ഈ ഭജന കണ്ടു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അനുഭവങ്ങൾ. ശബരിമലയിലേക്ക് വന്ന ആദ്യകാല അനുഭവങ്ങൾ. അച്ഛൻ്റെ കൈപിടിച്ചാണ് ഞാനും ശബരിമലയിലേക്ക് വന്നിട്ടുള്ളത്. കണ്ണൻസ്വാമി എരുമേലി വഴി, അതായത് വാവരുസ്വാമിയുടെ എരുമേലിയിൽ പോയിട്ടാണല്ലോ പേട്ടതുള്ളി അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് വരുന്നത്. അപ്പോൾ ആ അനുഭവം എങ്ങനെയാണ് എരുമേലി വഴി വരുന്നത്? അതായത് ഒരു സൗഹൃദത്തിന്റെ വേദിയാണ്. ഒരു വലിയ സൗഹൃദത്തിന്റെ സ്ഥലമാണ് എരുമേലി എന്ന് പറയുന്നത്. വാവരും അയ്യനും തമ്മിലുള്ള ഒരു കൂട്ടായ്മയുടെ, അത് ജാതിയോ മതമോ ഒന്നുമല്ല, ഒരു സ്നേഹമാണ്, സൗഹൃദമാണ് ഏറ്റവും വലുതെന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ നിന്ന് എരുമേലി ശാസ്താവിന്റെ മുന്നിൽ പേട്ടതുള്ളി, എരുമേലി വാവർക്ക് മുന്നിൽ പേട്ടതുള്ളിയാണ് നമ്മൾ നേരെ കാനനപാത വഴി വരുന്നത്. ആ കാനനപാത വഴി വരുമ്പോൾ ആദ്യം എത്തുന്നത് കാളകെട്ടിയിലാണ്. കാളകെട്ടി എന്ന് പറയുന്നത് പരമശിവൻ അദ്ദേഹത്തിന്റെ വാഹനമായ കാളയെ കെട്ടിയ സ്ഥലം എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. കാളകെട്ടിയിൽ, അതായത് അച്ഛന്റെ സ്ഥലം എന്ന് പറയാൻ സാധിക്കുന്ന സ്ഥലം. അവിടെ നിന്ന് നേരെ നമ്മൾ അഴുതാ നദിയിൽ കുളിക്കും. അഴുതാ നദിയിൽ ഉള്ള നമ്മുടെ പാപങ്ങളൊക്കെ അഴുതാ നദിയിൽ ഒഴുക്കിക്കളയുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അഴുതാ നദിയിൽ നിന്ന് ഒരു കല്ല് എടുക്കുന്നു. ആ കല്ലെടുത്ത് നേരെ നമ്മൾ അഴുതാ കയറ്റം കയറി കല്ലിടാങ്കുന്നിലെത്തി നമ്മുടെ മനസ്സിലുള്ള എല്ലാ പാവങ്ങളെയും, അതായത് ആ കല്ല്, ആ ഭാരം ആ കല്ലാന്തോട്ടിൽ ഇട്ട് അതിനുശേഷം ഉദയൻ എന്ന് പറയുന്ന കാട്ടുരാജാവിനെ വധിച്ച ഇച്ചപ്പാറക്കോട്ടയും കടന്ന് നേരെ വരുന്നത് കഴിവലയിലേക്കാണ്. ഈ അഴുതാക്കയറ്റം കയറുമ്പോൾ കഴുതയെപ്പോലെ നമ്മൾ ശ്വാസം എടുക്കുമെന്ന് പറയാറുണ്ട്. അത് തന്നെയാണ്, സത്യമാണ്. ആ പേരിലൊക്കെ ചവിട്ടി ഈ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്വാമി മുകളിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉപ്പൂറ്റിയിൽ നിന്നുള്ള മണ്ണ് ചിലപ്പോൾ നമ്മൾ കണ്ടിപ്പതിക്കും. അതുപോലുള്ള കുത്തനെയുള്ള കയറ്റമാണ്. അങ്ങനെയൊക്കെ കടന്ന് കരിമല നടന്ന് നേരെ വലിയാനോട്ടോ ചെറിയാനോട്ടോ നടന്ന് പമ്പയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ രീതിയിലാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഈ അങ്ങനെ അയ്യപ്പന്മാർ കടന്നു വന്ന അയ്യപ്പന്മാരാണ് ഈ നിൽക്കുന്നതൊക്കെ, അവരുടെ ഒരു അഭിപ്രായം കൂടെ ചോദിക്കേണ്ടതുണ്ട്. ഏതായാലും ശബരിമല സന്നിധാനത്ത് നിന്നുള്ള വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. കണ്ണൻസ്വാമി സൂചിപ്പിച്ചതുപോലെ തന്നെ എരുമേലി വഴിയുള്ള കാനന യാത്ര, അതുപോലെ തന്നെ ശബരിമല അതെ അങ്ങനെ എത്തുന്നവർ കാത്തിരിക്കുകയാണ് മകര സംക്രമ പൂജ കാണാനും മകര വിളക്ക് കാണാനും ഒക്കെ. അപ്പോൾ ഹരി, നമുക്കിനി കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയിപ്പോൾ വരുന്ന നിമിഷങ്ങളിലെല്ലാം ശബരിമല സന്നിധാനത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ വീണ്ടും നമ്മളുണ്ട്, മാതൃഭൂമി ഇവിടെ വരാൻ പറ്റാത്ത പ്രേക്ഷകർക്ക് ഇവിടെ ശബരിമലയിൽ നടക്കുന്ന ചടങ്ങുകളായാലും മകര സംക്രമ പൂജയായാലും മകര ജ്യോതി തെളിയുന്നതായാലും നമ്മുടെ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണാം. എല്ലാ വർഷവും നമ്മൾ കാണിക്കുന്നതാണ്. 22 പേരാണ് ഇത്തവണ മാതൃഭൂമി ന്യൂസിന്റെ സംഘം സന്നിധാനത്തുള്ളത്. ഏതായാലും ആനയിറങ്ങും മാമലയിൽ നമ്മൾ കാത്തിരിക്കുകയാണ് മകര സംക്രമ പൂജയ്ക്കും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്കും മകരവിളക്കിനുമായിട്ട്.